ഹലോ, വെൽക്കം ടു ഷൈവിൻ സൊല്യൂഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിലെ സ്റ്റീരിയോ കെമിസ്ട്രിയാണ്. ഇപ്പോൾ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. പഠിച്ചാൽ മുഴുവൻ മാർക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. വളരെ രസകരമാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നമ്മൾ പറയുന്നത് മോളിക്യൂളിൻ്റെ ഐസോമർസത്തെ പറ്റിയാണ്. ഇപ്പോൾ എന്താണ് ഐസോമർസം നമുക്കറിയാം. മോളിക്യൂളിനെ ഒരേ മോളിക്കുലർ ഫോമിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉള്ള സ്പീഷീസിനാണ് നമ്മൾ ഐസോമർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐസോമർസത്തെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓർഗാനിക് മോളിക്യൂൾസിന്റെ ഐസോമർസത്തെ നമ്മൾ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഐസോമർസത്തെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: സ്ട്രക്ചറൽ ഐസോമർസും സ്റ്റീരിയോ ഐസോമർസും. ഇപ്പോൾ സ്ട്രക്ചറൽ ഐസോമർസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂളിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. സ്റ്റീരിയോ ഐസോമർസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂളിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഐസോമർസാണ്. സ്ട്രക്ചറൽ ഐസോമർസത്തെ വീണ്ടും നമ്മൾ 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ചെയിൻ ഐസോമർസും, പൊസിഷൻ ഐസോമർസും, ഫങ്ഷണൽ ഐസോമർസും, മെറ്റാമർസും, റിംഗ് ചെയിൻ ഐസോമർസും, ടോട്ടോമർസും എന്നിങ്ങനെ 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്റ്റീരിയോ ഐസോമർസത്തെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ജിയോമെട്രിക്കൽ ഐസോമർസും ഒപ്റ്റിക്കൽ ഐസോമർസും. നമ്മളിപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഈ സ്ട്രക്ചറൽ ഐസോമർസത്തിലെ ഈ 6 കാര്യങ്ങളും പിന്നെ ഈ ജിയോമെട്രിക്കൽ ഐസോമർസത്തിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്ട്രക്ചറൽ ഐസോമർസത്തിന്റെ ഓരോ ഐസോമർസും എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്ട്രക്ചറൽ ഐസോമർസത്തിലെ ഫസ്റ്റ് കാറ്റഗറിയാണ് ചെയിൻ ഐസോമർസം. എന്താണ് ചെയിൻ ഐസോമർസം? ദി ഐസോമർസം അറൈസസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ഇൻ ദി അറേഞ്ച്മെന്റ്സ് ഓഫ് കാർബൺ ചെയിൻസ് ആണ്. കാർബൺ ചെയിനിന്റെ അറേഞ്ച്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന ഐസോമർസ് ആണ്. എന്തായിരിക്കും അത്? വളരെ സിമ്പിൾ ആണ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. CH3 CH2 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 CH3 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. ഓക്കെ, ഒരു 5 മെമ്പർ റിംഗ് ആണ്, പെൻറ്റൈൻ നമുക്ക് പറയാം. ഇതിന് വേറെ ഐസോമേഴ്സ് എങ്ങനെ വരാം? CH3 CH2 CH3 CH3 എന്ന് വരാം. ഓക്കെ, സെയിം മോളിക്കുലർ ഫോമിലാണ്. കാർബണിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 1 2 3 4 5 കാർബണാണുള്ളത്. ഇവിടെയും 5 കാർബണുള്ളത്. ഹൈഡ്രജൻ എണ്ണം ഈക്വൽ ആണ്, പക്ഷേ വേറെ വേറെ മോളിക്യൂൾ ആണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഐസോമർസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചെയിൻ ഐസോമർസ് എന്ന്. ഇനിയും നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഒരു മോളിക്യൂളും കൂടി, ഒരു സ്പീഷീസ് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ കാർബണിന്റെ മുകളിൽ ഒരു ഹൈഡ്രജനെയും കൂടി വരുത്താം. അതായത് CH3 CH3 എന്ന് പറയാം. ഇത് ഇതിന്റെ വേറൊരു ഐസോമറാണ്. 5 കാർബൺ തന്നെയാണ് ഇതിലുള്ളത്. ഓക്കെ, 5 കാർബൺ ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 5 7 9 12 ഹൈഡ്രജൻ ഉള്ളത്. ഓക്കെ, 5 കാർബണും 12 ഹൈഡ്രജൻ ആണ് ഈ 3 സ്പീഷീസിലുള്ളത്. അപ്പോൾ ഇവിടെ 3 ഐസോമർസ് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയുള്ള ഐസോമർസത്തിനാണ് നമ്മൾ ഇത് വിളിക്കുന്നത് ചെയിൻ ഐസോമർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാർബൺ ചെയിനിന്റെ അറേഞ്ച്മെന്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഉണ്ടാകുന്ന ഐസോമർസം ആണ് ചെയിൻ ഐസോമർസം. നമുക്ക് അടുത്തിലേക്ക് കടക്കാം. രണ്ടാമത്തത് പൊസിഷൻ ഐസോമർസം. എന്താണ് പൊസിഷൻ ഐസോമർസം എന്ന് പറഞ്ഞാൽ? പൊസിഷൻ ഐസോമർസം എന്ന് പറഞ്ഞാൽ ദി ഐസോമർസം അറൈസസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ഇൻ ദി പൊസിഷൻ ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് ഓർ മൾട്ടിപ്പിൾ ബോണ്ട് ആണ്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ ഉണ്ടാവുന്നതോ അല്ല എങ്കിൽ ഡബിൾ ബോണ്ടിന്റെയോ ട്രിപ്പിൾ ബോണ്ടിന്റെയോ പൊസിഷനിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ഐസോമർസം. ഉദാഹരണത്തിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ഇങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ട് എന്ന് വിചാരിക്കുക. CH3 CH2 CH2 CH3OH. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? ഈ OH സെക്കൻഡ് പൊസിഷനിലുള്ളത്. ഇനി ഇതിന്റെ ഐസോമർ എങ്ങനെ വരും? CH3 CH2 CH2 CH3 ആണ്, അല്ലെ? ഇവിടെ OH വരും. ഇത് തേർഡ് പൊസിഷനിലായി. അപ്പൊ ഈ OHന്റെ പൊസിഷനിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ഐസോമർസം. ഈ 2 ഐസോമേഴ്സ് ആണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഐസോമർസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊസിഷൻ ഐസോമർസ് എന്ന് പറയുന്നത്. ഇതേപോലെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് വരാം. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കും.
അപ്പം ഇതിന്റെ ഐസോമർ എങ്ങനെ വരും? CH3 CH ഡബിൾ ബോണ്ട് CH2 CH2 CH3 വരാം. ഓക്കെ, ഇവിടെ ഡബിൾ ബോണ്ട് CH ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ. അപ്പം ഇതും ഐസോമേഴ്സ് ആണ്. ഈ CH2 ഇത് ഫസ്റ്റ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ടിൽ, ഇവിടെ അത് സെക്കൻഡ് പൊസിഷനിലായിട്ട് മാറി. ഇങ്ങനെ ഉണ്ടാകുന്ന ഐസോമർസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊസിഷൻ ഐസോമർസം വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഐസോമർസത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ഐസോമർസമാണ് ഫങ്ഷണൽ ഐസോമർസം. അതായത് ഈ ഐസോമർസം എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ഐസോമർസ് ആണ്. മോളിക്കുലർ ഫോമിൽ മാറാൻ പാടില്ല, പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറണം. അങ്ങനെ എങ്ങനെയായിരിക്കും വരിക? എളുപ്പമാണ്. നമുക്കിപ്പോൾ ഉദാഹരണത്തിന് CH3 CH2O CH3 എന്ന് പറയുന്ന ഒരു മോളിക്കൂൾ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പം ഇതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? ഈതറാണ്. ഇതിൻ്റെ അകത്ത് CH3 CH2 CH2OH ആവാം. ഇത് ആൽക്കഹോൾ ആണ്, ഇത് ഈതറാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് വേറെയാണ്, പക്ഷെ എന്താണ്? സെയിം മോളിക്കുലർ ഫോമിലാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഐസോമർസത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫങ്ഷണൽ ഐസോമർസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് ഫങ്ഷണൽ ഐസോമർസ് ആണ്. ഇങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കൊടുക്കുന്ന ഐസോമർസ് ആണ് ഫങ്ഷണൽ ഐസോമർസ്. നാലാമത്തെ ഐസോമർസ് ആണ് മെറ്റാമർസം. മെറ്റാമർസം എന്താന്ന് വെച്ചാൽ ദി ഐസോമർസം arises due to the difference in the number of alkyl group attached to the two sides of bivalent functional group എന്നാണ്. അതായത് ഒരു ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഈതർ വരാം, ഈതർ ആവാം, അല്ലെങ്കിൽ കാർബണൈൽ ഗ്രൂപ്പ് വരാം. ഇങ്ങനെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന സമയത്ത് ഇതിന്റെ രണ്ട് സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു മോളിക്കൂൾ ഇത് വരിക. ഓക്കെ, ഇപ്പം ഈ ഓക്സിജന്റെ രണ്ട് ഭാഗത്ത് രണ്ട് കാർബൺ വീതമാണുള്ളത്. ആൽക്കൈൽ ഗ്രൂപ്പ് ഇങ്ങനെയുള്ളത്. ഇനി ഇതിന്റെ അകത്ത് ഇങ്ങനെ വരാലോ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അപ്പൊ ഇതാണ്, ഇത് വേറെ വേറെ മോളിക്കുളായി. ഒരു ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ അപ്പുറം ഇപ്പുറമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ഐസോമർസം. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റാമർസം എന്ന് വിളിക്കുക. ഇത് കാർബണൈൽ ഗ്രൂപ്പിലും ബാധകമാണ്. C ഡബിൾ ബോണ്ട് ഓടെ ഇങ്ങനെ വരാം. CH3 CH2 CH2 CH3 വരാം. CH3 CH2 C ഡബിൾ ബോണ്ട് O CH2 CH3 വരാം. ഇതും ഐസോമേഴ്സ് ആണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഐസോമർസത്താണ് നമ്മൾ എന്ത് വിളിക്കുക? മെറ്റാമർസ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? അഞ്ചാമത്തെ ഐസോമർസ് ആണ് റിംഗ് ചെയിൻ ഐസോമർസ്. എന്താണ് റിംഗ് ചെയിൻ ഐസോമർസ് എന്ന് പറഞ്ഞാൽ? വൺ ഐസോമർ ഹാസ് എ റിംഗ് സ്ട്രക്ചർ ആൻഡ് അതർ ഐസോമർ ഹാസ് എൻ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ. അപ്പോൾ ഒരു മോളിക്കൂളിന് റിംഗ് സ്ട്രക്ചർ ഉണ്ടാവും. സപ്പോസ് സൈക്ലോബ്യൂട്ടൈൻ എടുക്കുക. ഇതിന്റെ ഐസോമർ ഒന്ന് വേണം. ഓക്കെ, ഇതിന്റെ മുകളിൽ എന്തുണ്ട്? എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. ഓക്കെ, 4 കാർബണിന്റെ മുകളിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 കാർബണിന്റെ മുകളിൽ 4 കാർബണും 8 ഹൈഡ്രജനും ഉണ്ട്. റെഡിയല്ലേ? ഇതിന്റെ ഓപ്പൺ ചെയിൻ എങ്ങനെ വരും? CH3 CH2 CH2 CH3 വരും. റെഡിയല്ലേ? അപ്പൊ ഇങ്ങനെ ഓപ്പൺ ചെയിൻ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ഇതിന്റെ മുകളിൽ 8 ഹൈഡ്രജൻ ആണ്. ഇവിടെ എത്ര ഉണ്ട്? 10 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇത് ഐസോമർ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എവിടെയെങ്കിലും ഒരു ഡബിൾ ബോണ്ട് ഇട്ടാൽ മതി. അതിന്റെ ഓപ്പൺ ചെയിൻ വരുന്ന സമയത്ത് ഒരു ഡബിൾ ബോണ്ട് വരും. അപ്പോ CH3 CH ഡബിൾ ബോണ്ട് CH3 ഇങ്ങനെ വരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സ്പീഷീസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? റിംഗ് ചെയിൻ ഐസോമർസ് എന്ന് വിളിക്കുക. റെഡിയല്ലേ? ഇപ്പൊ 8 കാർബൺ 8 ഹൈഡ്രജനേ ഉള്ളൂ, ഇവിടെയും 8 ഹൈഡ്രജനേ ഉള്ളൂ. റെഡിയല്ലേ? ഇങ്ങനെ ഒരു റിംഗ് സ്ട്രക്ചറും അതിന്റെ ഒരു ഓപ്പൺ ചെയിനും വരുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിംഗ് ചെയിൻ ഐസോമർസ് എന്ന് വിളിക്കുന്നത്. ഇനി ആറാമത്തെ നോക്കാം നമുക്ക്. ആറാമത്തെ ടോട്ടോമർസ് ആണ്. എന്താണ് ടോട്ടോമർസ് എന്ന് പറഞ്ഞാൽ? ദി ഐസോമർ വിച്ച് ആർ ഇന്റർ കൺവേർട്ടബിൾ ഇൻ ടു വൺ അനദർ ബൈ ദി ഇന്റർമോളിക്കുലർ ഷിഫ്റ്റ് ഓഫ് ലബൈൽ ആറ്റംസ് ഓർ ഗ്രൂപ്പ് ആർ കോൾഡ് ടോട്ടോമർസ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് നമ്മളിപ്പോൾ ഒരു കീറ്റോൺ എടുക്കുക, അസിറ്റോൺ എടുത്തു. ഇതിന്റെ ഒരു ടോട്ടോമറാണ്
OH ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഷിഫ്റ്റ് എങ്ങനെയാണ് നടക്കുന്നത്? ഒരു ഹൈഡ്രജൻ ഇവിടുന്ന് ഈ ഓക്സിജന്റെ മുകളിൽ നിന്ന് ഈ കാർബണിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും. ഇത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്, ഡൈസോമർ വിച്ച് ആർ ഇന്റർ കൺവേർട്ടബിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു, ഈ ഓക്സിജന്റെ മുകളിലെ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, ഈ കാർബണിന്റെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ കീറ്റോൺ കിട്ടും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോകാനോ എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ടാവും, അതിൽ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യുക, കാർബണിന്റെ മുകളിൽ നിന്ന് ഓക്സിജനിലേക്ക് പോയാൽ നമുക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ മാറുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർ കൺവേർട്ടബിൾ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റണം. എങ്ങനെയാണ്? ബൈ ദ ഷിഫ്റ്റ് ഓഫ് എൻ ആറ്റം ഓർ ഗ്രൂപ്പ് ആണ്. ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഷിഫ്റ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഐസോമർസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടോട്ടോമർസ് എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് സ്ട്രക്ചറൽ ഐസോമർസത്തെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയാണ് 6 കാര്യങ്ങളാണ് നമുക്ക് സ്ട്രക്ചറൽ ഐസോമർസത്തിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് സ്റ്റീരിയോ ഐസോമർസത്തിലേക്കാണ് കടക്കാനുള്ളത്. സ്റ്റീരിയോ ഐസോമർസത്തെ നമ്മൾ പ്രധാനമായിട്ട് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ജിയോമെട്രിക്കലും ഒപ്റ്റിക്കലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇനി പറയുന്നത് നമ്മൾ സ്റ്റീരിയോ ഐസോമർസത്തിന്റെ അകത്ത്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമുക്ക് അതാണ് പഠിക്കാനുള്ളത്. കുറേ വീഡിയോസിന്റെ പുറകിൽ ചെയ്യാനുണ്ട്, നമുക്കൊരു 6-7 വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്തത് ഞാൻ സ്റ്റീരിയോ ഐസോമർസത്തിന്റെ തുടക്കമായിട്ട് ഞാൻ പറയുന്നത് ഈ മോളിക്യൂളിനെ സോഹോഴ്സ്, ന്യൂമാൻ, ഫിഷറിലേക്കൊക്കെ എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് സ്റ്റീരിയോ ഐസോമർസത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. നമുക്ക് അതിലേക്ക് കടക്കാം. ഇപ്പൊ പ്രസന്റേഷൻ ഓഫ് എൻ ഓർഗാനിക് മോളിക്യൂൾ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ഓർഗാനിക് മോളിക്യൂളിനെ നമുക്ക് എങ്ങനെയെല്ലാം പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ ഒരു ഓർഗാനിക് മോളിക്യൂൾ എടുത്തിട്ടുണ്ട്. ഈ മോളിക്യൂളിനെ നമ്മൾ ഫ്ലൈയിങ് വെഡ്ജ്, സോഹോഴ്സ്, ന്യൂമാൻ, ഫിഷർ എന്ന് പറഞ്ഞ് 4 രീതിയിലാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പം ഈ രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ്, ഇതിനെയാണ് നമ്മൾ ഫ്ലൈയിങ് വെഡ്ജ് എന്ന് പറയും. ഇതാണ് ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ. ഇവിടുന്ന് ഈ ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷനെ നമുക്ക് എങ്ങനെ സോഹോഴ്സിലേക്കും ന്യൂമാനിലേക്കും ഫിഷറിലേക്കും മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഈ സ്റ്റീരിയോ കെമിസ്ട്രിയിലെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഇതെങ്ങനെ മാറ്റാം എന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിശദമായിട്ട് തുടങ്ങാം. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് ഫ്ലൈയിങ് വെഡ്ജ് ടു സോഹോഴ്സ് ആണ്. ഫ്ലൈയിങ് വെഡ്ജിനെ എങ്ങനെയാണ് സോഹോഴ്സിലേക്ക് മാറ്റുന്നത്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മോളിക്യൂളിനെ നമ്മൾ സ്റ്റീരിയോ കെമിക്കലി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ മോളിക്യൂളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിന് 2 റെപ്രസെന്റേഷൻ ഉണ്ട്, എക്ലിപ്സ്ഡ് ഉണ്ട്, സ്റ്റേഗേർഡ് ഉണ്ട്, അല്ലെ? അപ്പം ഇത് എക്ലിപ്സ്ഡ് ആണോ സ്റ്റേഗേർഡ് ആണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമുക്ക് തന്നിരിക്കുന്ന മോളിക്യൂൾ എക്ലിപ്സ്ഡ് ആണോ സ്റ്റേഗേർഡ് ആണോ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ സാധനം എക്ലിപ്സ്ഡ് ആണോ സ്റ്റേഗേർഡ് ആണോ എന്ന് മനസ്സിലാക്കുക? ഒരു മോളിക്യൂൾ എക്ലിപ്സ്ഡ് ആണോ സ്റ്റേഗേർഡ് ആണോ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാർബൺ ഉണ്ട്. ആ കാർബണിന്റെ മുകളിൽ 4 ഗ്രൂപ്പുകൾ ഉണ്ട്, അല്ലെ? ഇതിൽ ഒന്ന് ഇതെന്താണ്, ഇത് ഡാഷ് റെപ്രസെന്റേഷൻ ആണ്, ഇത് ഡാഷ് റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, ഇതെന്താണ്, വെഡ്ജ് ആണ്. ഓക്കെ, 2 എണ്ണം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്. അങ്ങനെയാണ് നമ്മൾ ഒരു ടെട്രാഹൈഡ്രൽ കാർബൺ ആണ്. ആ കാർബണെ ടെട്രാഹൈഡ്രൽ സ്പീഷീസിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ കാർബണില് ഈ ഡാഷ് വെഡ്ജ് അല്ലാതെ ഒരു സ്പീഷീസ് കണ്ടില്ലേ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചിരിക്കുന്ന ഈ സ്പീഷീസിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? ഇങ്ങനെ സിക്സാഗ് ആയിട്ടാണ് എങ്കിൽ ഇതെന്താണ്, സ്റ്റേഗേർഡ് കൺഫർമേഷൻ ആണ്. ഓക്കെ, ഇനി ഈ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ് എങ്കിൽ ഇതെന്താണ്, ഇത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു സാധനം ഡാഷ് വെഡ്ജ് അതായത് ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ തന്നു കഴിഞ്ഞാൽ അത് എക്ലിപ്സ്ഡ് ആണോ സ്റ്റേഗേർഡ് ആണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഇത് സ്റ്റേഗേർഡ് കൺഫർമേഷൻ ആണ്. അപ്പൊ സ്റ്റേഗേർഡ് കൺഫർമേഷൻ ആണെങ്കിൽ സോഹോഴ്സ് എങ്ങനെ ചെയ്യാം? സോഹോഴ്സ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത് ഈ എം ഇ ആണ്. അപ്പൊ ഇവിടെ എം ഇ, ഇവിടെ എം ഇ, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഇങ്ങനെ വരയ്ക്കുക. ഇതിൽ നമ്മൾ റൈറ്റ് സൈഡിൽ ഇവിടെ വരേണ്ടത് എബോവ് ദി പ്ലെയിൻ ആണ്. ഇത് OH ഇവിടെ വരയ്ക്കുക. ഓക്കെ, ഹൈഡ്രജൻ ഇവിടെ വരയ്ക്കുക. ഇവിടെയും അതേപോലെ തന്നെ എബോവ് ദി പ്ലെയിൻ OH ഇവിടെ വരയ്ക്കുക, ബിലോ ദി പ്ലെയിൻ ഇവിടെ വരയ്ക്കുക. ഇതാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ. ഇതാണ് ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ. ഈ ഫ്ലൈയിങ് വെഡ്ജിനെ ഇങ്ങനെയാണ് നമ്മൾ സോഹോഴ്സിലേക്ക് മാറ്റുന്നത്.
റെഡിയല്ലേ? ഇനി ഇത് എന്താണ് സോഹോഴ്സ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മളിപ്പോ ഒരു മോളിക്യൂൾ എടുത്താൽ എന്താണ് എക്ലിപ്സ്, എന്താണ് സ്റ്റേഗേർഡ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. അതിനുശേഷം നമുക്ക് സോഹോഴ്സിന്റെ കൃത്യമായിട്ട് പറയാം. അപ്പൊ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം കണ്ടില്ലേ, ഇപ്പൊ ഇത് നമുക്ക് ME ആയിട്ട് എടുക്കാം. ഇത് ഈ വൈറ്റ് ME, ഈ യെല്ലോ OHും ഗ്രീൻ ഹൈഡ്രജൻ ആയിട്ട് എടുത്താൽ ഇത് കണ്ടോ, വൈറ്റിന്റെ പുറകിൽ നേരെ പുറകിൽ വരണം ഈ വൈറ്റ്. അങ്ങനെ നിൽക്കുന്നതിനാണ് ഇപ്പൊ യെല്ലോയുടെ പുറകിൽ നേരെ യെല്ലോ വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയാം. ഇത് ഫുള്ളി എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണ്. എല്ലാം അതിന്റെ നേരെ പുറകിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചിട്ട് ഈ മോളിക്യൂളിനെ നമ്മൾ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് സ്റ്റേഗേർഡ് കൺഫർമേഷൻ. ഇത് കണ്ടില്ലേ, ഈ വൈറ്റ് നേരെ ഓപ്പോസിറ്റോട്ട് പോയിട്ടുണ്ട്. റെഡി? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഹോഴ്സ് ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണോ അല്ലയോ എന്ന് നമുക്ക് ഈ വെഡ്ജ് ഡാഷ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താണ് എക്ലിപ്സ്ഡ്, എന്താണ് സ്റ്റേഗേർഡ് എന്താണെന്ന് ഈ വര നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ, സ്റ്റേഗേർഡ് കൺഫർമേഷൻ മനസ്സിലായി. ഇനി ഈ മോളിക്യൂളിനെ എങ്ങനെയാണ്, ഈ സോഹോഴ്സ് എങ്ങനെയാണ്, ന്യൂമാൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ മോളിക്യൂളിന്റെ ഷേപ്പ് നമുക്ക് തന്നിരിക്കുന്ന മോളിക്യൂൾ ഇങ്ങനെയാണ്. ME, ഇത് ME, ഇത് ME, ഇത് എന്താണ് OH, നമ്മൾ അടുത്തേക്കുള്ള യെല്ലോ OH ആണ്. ഇത് രണ്ടും ഹൈഡ്രജൻ ആണ്, ഗ്രീൻ ആയിട്ടുള്ളത് ഹൈഡ്രജൻ ആണ്. ഈ മോളിക്യൂൾ നിങ്ങൾ ഈ ഭാഗത്താണ്, നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്ന വ്യൂവിലാണ് കാണുന്നതെങ്കിൽ ഈ മോളിക്യൂളിന് ഈ റെപ്രസെന്റേഷൻ ആണ്, ഇങ്ങനെ കാണുന്ന മോളിക്യൂളിന്റെ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതാണ് സോഹോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് പകരം നമ്മൾ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ, ഇപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പൊ ഈ വ്യൂവിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, നേരത്തെ നമ്മൾ ഇവിടെ നോക്കിയിട്ട് കാണുന്നത്, ഇപ്പൊ നമ്മൾ ഇവിടുന്നാണ് കാണുന്നതെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ടാണ് മോളിക്യൂളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് ന്യൂമാൻ. ഇപ്പൊ ഈ ഭാഗത്ത് ഈ വ്യൂവിൽ നമ്മൾ കാണുന്നതാണ് ന്യൂമാൻ, ഈ വ്യൂവിൽ നമ്മൾ കാണുന്നതാണ് സോഹോഴ്സ്. ഇതാണ് ന്യൂമാൻ സോഹോഴ്സ് നമ്മൾ റെപ്രസെന്റേഷനിലെ വ്യത്യാസം. അപ്പൊ സോഹോഴ്സ് റെപ്രസെന്റേഷനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഈ മോളിക്യൂളിന്റെ സോഹോഴ്സ് എങ്ങനെ കാണാമെന്നുള്ളത്, എങ്ങനെ വരയ്ക്കാന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ME കണ്ടില്ലേ, ഇത് ME, ഇത് ME, ഇത് എന്ത് ചെയ്യുക, OHും ഇത് H ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഹോഴ്സ് റെപ്രസെന്റേഷൻ നടത്തിയിരിക്കുന്നത്. റെഡി? അടുത്ത നമുക്ക് ന്യൂമാൻ റെപ്രസെന്റേഷനിലേക്ക് പോകാം. അതിനു മുമ്പേ ഞാൻ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മോളിക്യൂൾ ഇങ്ങനെയാണ് തന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ സോഹോഴ്സ് എങ്ങനെ വരയ്ക്കുക, ഇതിന്റെ സോഹോഴ്സ് വരയ്ക്കുക. അതായത് ഇതെന്താണ്, ഇത് സ്റ്റേഗേർഡ് കൺഫർമേഷൻ ആണ്, ഇത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണ്. എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണ് എങ്കിൽ നമ്മൾ എങ്ങനെ സോഹോഴ്സ് വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഇപ്പൊ ME, ഈ MEയും ഇവിടെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെയും വരയ്ക്കുക. അബോവ് ദി പ്ലെയിൻ ഉള്ളത് റൈറ്റ് സൈഡിൽ വരയ്ക്കുക. OH അബോവ് ദി പ്ലെയിൻ, ഇങ്ങനെ വരയ്ക്കുക. അതായത് ഇത് നമ്മുടെ ഡാഷ് വെഡ്ജ് റെപ്രസെന്റേഷനിൽ ഡാഷ് ആണെങ്കിൽ ബിലോ ദി പ്ലെയിൻ ആണെങ്കിൽ, വെഡ്ജ് ആണെങ്കിൽ അബോവ് ദി പ്ലെയിൻ ആണെന്നാണ് റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്, ഈ ഡാഷിൽ വരച്ചാൽ അത് ബിലോ ദി പ്ലെയിൻ റെപ്രസെന്റേഷൻ ആണ്, വെഡ്ജിൽ വരച്ചാൽ അത് അബോവ് ദി പ്ലെയിൻ റെപ്രസെന്റേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ അബോവ് ദി പ്ലെയിൻ ഉള്ളത് ഇവിടെ OH ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്താണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ റെപ്രസെന്റേഷൻ. സ്റ്റേഗേർഡ് കൺഫർമേഷൻ ആണെങ്കിൽ ഇതാണെങ്കിൽ നമ്മൾ എങ്ങനെയാ വരച്ചത്, ഇങ്ങനെ വരച്ചിട്ട് ഇത് മുകളിലോട്ട് വരയ്ക്കണം. ഇവിടെ കണ്ടോ, ഇങ്ങനെ വരച്ചിട്ട് ഇത് താഴോട്ടാണ് വരച്ചത്. ഓക്കെ, ഇതാണ് വ്യത്യാസം. അപ്പം സ്റ്റേഗേർഡ് കൺഫർമേഷൻ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, ഇത് എക്ലിപ്സ്ഡ് ആണ്, ഇതാണ് സ്റ്റേഗേർഡ്. ഇങ്ങനെയാണ് നമ്മൾ സോഹോഴ്സ് റെപ്രസെന്റേഷൻ. ഇനി ഇത് സ്റ്റേഗേർഡ് കൺഫർമേഷൻ ആണ്. സ്റ്റേഗേർഡ് കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ME, ഇതേതാണ് OH, H, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ന്യൂമാൻ എങ്ങനെ വരിക, നമ്മളിപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ എങ്ങനെ വരിക, നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നെങ്കിൽ, നമ്മൾ ഐസൈറ്റ് ഇവിടെയാണുള്ളതെങ്കിൽ നമ്മൾ ഇത് പുറകിലും ഇത് ഫ്രണ്ടിലായിട്ടാണ് കാണുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ടിലുള്ള കാർബൺ ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ഫ്രണ്ടിലുള്ള കാർബൺ ഇങ്ങനെ വരച്ചിട്ട്, ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം. ഫ്രണ്ടിലുള്ള കാർബൺ ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ME ആണല്ലോ ഉള്ളത്, ഇപ്പൊ ME, ഇവിടെ OH, ഇവിടെ H വരയ്ക്കാം. ഓക്കെ, ഇനി ഇതിന്റെ പുറകിൽ ഏതാ ഉള്ളത്, ഈ ഹൈഡ്രജന്റെ സ്ഥലത്ത് ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, അത് എന്ത് ചെയ്യും, കുറച്ച് ചെറുതാക്കിയിട്ട് ഇവിടെ വരയ്ക്കാം. ഇവിടെ എന്താ ഉള്ളത്, OH, ഇവിടെ ME. ഇതാണ് ഈ റെപ്രസെന്റേഷൻ. ഇത് ഇതിന്റെ ന്യൂമാൻ ആണ്. ഇനി ഇതിന്റെ ന്യൂമാൻ എങ്ങനെ വരിക,
ഇതിന്റെ ന്യൂമാൻ ഇതേപോലെ തന്നെ വരയ്ക്കുക. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ME, ഇവിടെ OH, ഇവിടെ H. ഇനിയിപ്പോൾ എന്താ ഉള്ളത്? ഇത് നേരത്തെ ഇതിന്റെ നേരെ പുറകിലായിരുന്നുള്ളത്. ഇത് സ്റ്റേഗേർഡ് കൺഫർമേഷൻ ആണ്. സ്റ്റേഗേർഡ് കൺഫർമേഷൻ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെയായിട്ടാണ് ഉണ്ടാവുക. ഇപ്പൊ ME എവിടെയുള്ളത്? ഇവിടെ ME, ഇവിടെ OH, ഇവിടെ H. ഇതാണ് ഇതിന്റെ ന്യൂമാൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സോഹോഴ്സ് ന്യൂമാനിലേക്ക് മാറ്റേണ്ടത്. അപ്പം കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഫിഷറിലോട്ട് എങ്ങനെ മാറ്റാന്നുള്ളതാണ്. ഇനി ഫിഷറിലോട്ട് മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ റെപ്രസെന്റ് ചെയ്തത് നമ്മളൊരു 3 ഡയമെൻഷണൽ സ്പീഷീസ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ മോഡൽ കാണിച്ചു തന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 3 ഡയമെൻഷണൽ മോളിക്യൂളാണ് നമ്മൾ ഫിഷറിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു സാധനത്തെ നമ്മൾ സോഹോഴ്സിലും ന്യൂമാനിലും 3 ഡയമെൻഷണൽ ആയിട്ട് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ ഫിഷറിന്റെ പ്രത്യേകത അത് 2 ഡയമെൻഷണൽ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ 3 ഡയമെൻഷനുള്ളതിനെ നമ്മൾ 2 ഡയമെൻഷണൽ ആയിട്ട് മാറ്റണം ഫിഷറിലേക്ക് വരുമ്പോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യത്തെ കാര്യം, ഫസ്റ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫിഷർ ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് എൻ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണ്. സ്റ്റേഗേർഡ് കൺഫർമേഷൻ ഉള്ള സാധനത്തിനെ നമ്മൾ ഫിഷറിലേക്ക് മാറ്റുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? എക്ലിപ്സ്ഡ് ആക്കിയതിന് ശേഷമേ ഫിഷറിൽ മാറ്റുന്നുള്ളൂ. അപ്പൊ ഏത് സാധനമാണെങ്കിലും എക്ലിപ്സ് ആക്കിയതിന് ശേഷമേ ഫിഷറിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു സ്പീഷീസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ തിരിച്ചിട്ട് എക്ലിപ്സ്ഡ് ആക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാക്കി മാറ്റി എക്ലിപ്സ്ഡ് ആക്കിയതിന് ശേഷം ഇങ്ങനെയാണുള്ളത് കിട്ടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ പിടിക്കുക, ഇതിന്റെ മുകളിൽ നമ്മൾ ഇങ്ങോട്ട് അടിച്ചമർത്തുക. അപ്പൊ എന്ത് ചെയ്യും? ഈ വൈറ്റ് താഴോട്ടും ഈ വൈറ്റ് മുകളിലോട്ട് പോകും. യെല്ലോ ഇവിടെ, ഗ്രീൻ ഇവിടെ, യെല്ലോ ഇവിടെ, ഗ്രീൻ ഇവിടെ, ഇങ്ങനെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? എക്ലിപ്സ് ആക്കുക, അതിനുശേഷം ഇതിനെ അടിച്ച് പരത്തി 2 ഡയമെൻഷനിലാക്കുക. ഓക്കെ, അപ്പൊ ഇത് താഴോട്ട് വരും, ഈ വൈറ്റ് താഴോട്ട് വരും, ഈ വൈറ്റ് മുകളിലോട്ടും പോകും. ഇത് റൈറ്റ് സൈഡിൽ, ഇത് റൈറ്റ് സൈഡിൽ, ഇത് ലെഫ്റ്റ് സൈഡിൽ, ഇത് ലെഫ്റ്റ് സൈഡിൽ വരും. ഇങ്ങനെയാണ് ഫിഷറിന്റെ റെപ്രസെന്റേഷൻ. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ നേരത്തെ നമ്മൾ വരച്ച മോളിക്യൂള് ME, OH, OH, ME, H എന്ന് പറയുന്ന മോളിക്യൂൾ. അപ്പൊ ഇത് സ്റ്റേഗേർഡ് കൺഫർമേഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഫിഷറിലേക്ക് മാറ്റുമ്പോൾ അത് എക്ലിപ്സ്ഡ് ആക്കണം. എക്ലിപ്സ്ഡ് ആക്കണമെങ്കിൽ ഈ കാർബൺ ബോണ്ട് ഉണ്ടല്ലോ, ഈ കാർബൺ ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ 180 ഡിഗ്രി തിരിക്കുന്നു. ഓക്കെ, 180 ഡിഗ്രി തിരിച്ചിട്ട് ME നേരെ താഴെ കൊണ്ടുവരുന്നു. അപ്പോൾ ഏത് കാർബണാണ് തിരിച്ചത്? ഈ കാർബണാണ് തിരിച്ചത്. അപ്പൊ ഈ കാർബണ് മാറ്റമൊന്നുമില്ല, അത് അതേപോലെ തന്നെ വെക്കുക. ഇത് ME, ഇത് OH, ഇത് H. ഓക്കെ, ഇത് 180 ഡിഗ്രി തിരിക്കുകയാണ്. അപ്പൊ ME താഴെ വരും. ഇതെന്ത് ചെയ്യും? ഈ ഹൈഡ്രജൻ തിരിഞ്ഞ് എവിടെ പോകും? ഈ ഹൈഡ്രജൻ ഇവിടെ വരും അല്ലെ. അപ്പം 180 ഡിഗ്രി അല്ല, നേരെ ഓപ്പോസിറ്റ് എത്തൂലേ. ഈ ഹൈഡ്രജൻ ഇവിടെ വരും, OH ഇവിടെ വരും. ഓക്കെ, ഇങ്ങനെയാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ പ്രസ് ചെയ്യുന്നു. അപ്പോ ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് നമ്മളെ കണ്ണിന്റെ അടുത്തുള്ള കാർബണാണ്. ഇതെന്ത് ചെയ്യുക? താഴെ വരയ്ക്കുക. ME താഴെ, ഈ ME മുകളിൽ, ഇങ്ങനെ വരും. റൈറ്റ് സൈഡിൽ ഏതാണുള്ളത്? OH റൈറ്റ് സൈഡിൽ, ഹൈഡ്രജൻ റൈറ്റ് സൈഡിൽ, ഈ ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിൽ, ഇവിടെ OH ലെഫ്റ്റ് സൈഡിൽ. ഇതാണ് ഇതിന്റെ ഫിഷർ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ ആണ് തന്നതെങ്കിൽ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമാനിലേക്കോ അല്ല എങ്കിൽ സോഹോഴ്സിലേക്കോ മാറ്റിയതിന് ശേഷമേ ഫിഷറിലേക്ക് മാറ്റാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് ഫ്ലൈയിങ് വെഡ്ജിൽ നിന്ന് ഫിഷറിലേക്ക് മാറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒന്നുകിൽ സോഹോഴ്സിലേക്കോ ന്യൂമാനിലോ മാറ്റിയതിന് ശേഷം ഫിഷറിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. ഇങ്ങനെയാണ് എന്ത് ചെയ്യാം? നമുക്ക് ഫ്ലൈയിങ് വെഡ്ജ് തന്നു കഴിഞ്ഞാൽ ഫിഷറിലേക്കും മാറ്റേണ്ടത്. ഓക്കെ, ഇനി ഞാൻ ഒരു എക്സാമ്പിളും കൂടി എടുക്കാം. നമ്മൾ നേരത്തെ തന്ന എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണ് എങ്കിൽ ഇതെങ്ങനെ ഫിഷറിലേക്ക് മാറ്റുക? ഇത് ഫിഷറിലേക്ക് മാറ്റാൻ ഒന്നുമില്ല, കാരണം എക്ലിപ്സ് ആണ് തന്നത്. നേരെ അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? 2Dയിലേക്ക് മാറ്റിയാൽ മതി. അപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കും. അടുത്തുള്ളത് ME താഴെ, ഈ ME മുകളിൽ. ഓക്കെ, എക്ലിപ്സ്ഡ് ആണെങ്കിൽ
ഒന്നും ചെയ്യേണ്ട, നേരിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഇത് സ്റ്റാഗേർഡ് ആണ് തന്നത്, അതുകൊണ്ടാണ് ഞാൻ എക്ലിപ്സ്ഡ് ആക്കി മാറ്റിയതിന് ശേഷം ഫിഷറിലേക്ക് വരച്ചത്. ഇവിടെ നമുക്ക് എക്ലിപ്സ്ഡ് ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ME താഴെ, ME മുകളിൽ, ഈ റൈറ്റ് സൈഡിൽ OH ആണ്, ഇവിടെയും റൈറ്റ് സൈഡിൽ OH ആണ്, ഇവിടെ H ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇതാണ് ഇതിന്റെ ഫിഷർ കൺഫർമേഷൻ. അപ്പോൾ ഫ്ലൈയിങ് വെഡ്ജിൽ നിന്ന് എങ്ങനെ നമുക്ക് ഫിഷറിലേക്ക് മാറ്റാം, എങ്ങനെ ന്യൂമാനിലേക്ക് മാറ്റാം, എങ്ങനെ സോഹേഴ്സിലേക്ക് മാറ്റാം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പലപ്പോഴും നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രി ബുദ്ധിമുട്ടായി വരുന്നത് ഇത് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കൂടെ പഠിക്കുന്ന മറ്റ് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന കരുതുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. ഓക്കെ.